5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എം സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം മറ്റൊരു വിവാദം ഇപ്പോൾ കറങ്ങുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ഇതിലാണ് കറങ്ങുന്നത്. 2023 ഓഗസ്റ്റ് മാസം 3-ാം തീയതി നമ്മുടെ VC ഗോപിനാഥ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ഗോപിനാഥ് ഇറക്കിയ ഒരു ഉത്തരവത്തെ സംബന്ധിച്ച് വലിയ വ്യാപകമായ ആക്ഷേപമാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഈ ഗോപിനാഥ് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തിട്ടുള്ളത് എല്ലാം ആക്ഷേപമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഗോപിനാഥിന് 5 വർഷം കൂടി വീണ്ടും VC ആയിട്ടിരിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് വയസ്സ് കൂട്ടാൻ തീരുമാനിച്ചത്. അങ്ങനെ വയസ്സ് കൂട്ടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗവർണറുമായി ആരിഫ് ഖാനുമായി ഗവൺമെന്റ് തെറ്റുന്നത്. ഗവർണർ ആ ഫയലിൽ ഒപ്പുവെച്ചില്ല. അങ്ങനെ വലിയ വിവാദമായതാണ്. പക്ഷേ ഗോപിനാഥിന്റെ ഈ തീരുമാനത്തെ നമുക്ക് ഇതിന്റെ അലകും പിടിയും അർഹവും പുറവും വെച്ച് ചർച്ച ചെയ്യണം. അത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഒരു മേഴ്സി ചാൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇതിന്റെ നെല്ലും പതിരും എന്താണ് നമുക്ക് കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്ത് പോകേണ്ടതുണ്ട്. നമ്മുടെ ഈ പേരുണ്ടല്ലോ സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ എന്ന് പറയുന്ന സ്ത്രീയാണ് സ്വരാജിന്റെ ഭാര്യ. അവർ 16 വർഷം മുമ്പ് അവർ എന്ത് ചെയ്തു? 2008 അവർ PhDക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ഡോക്ടർ മുകുന്ദദാസ് എന്ന് പറയുന്ന ഡീൻ ആയിരുന്നു തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അല്ല, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, IITM തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്നു. അത് സർവകലാശാലയുടെ ഇതുണ്ടായിരുന്നു, ഈ പദവിയുള്ളതാണ്. അവിടുത്തെ ഡീനായിരുന്ന ഡോക്ടർ മുകുന്ദദാസിന്റെ കൂടെയാണ് അവർ PhD ചെയ്തത്. പക്ഷേ മുകുന്ദദാസ് ഇടയ്ക്ക് വെച്ച് റിട്ടയറായി. അപ്പോൾ റിട്ടയർ ആയതിനു ശേഷം അവരുടെ PhD മുടങ്ങി. അങ്ങനെ 10-16 വർഷത്തെ PhD അവർ മുടങ്ങി. PhD മുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞു. 2023 ആകുമ്പോൾ 8-ലാണ് തുടങ്ങിയതേ. 23 ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു അപേക്ഷ അവർ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് മേഴ്സി ചാൻസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ സിലബസ് മാറിപ്പോവുക, സമയത്ത് പരീക്ഷ എഴുതാൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ളവർക്ക് വർഷങ്ങൾ കഴിയുന്നവർക്ക് മേഴ്സി ചാൻസ് കൊടുക്കും. 1 ചാൻസ് 2 ചാൻസ് ഒക്കെ ചിലപ്പോൾ കൊടുക്കും. അത് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റിൻ്റെയൊക്കെ തീരുമാനം അനുസരിച്ച് വരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കും. അങ്ങനെ നമ്മുടെ സരിതാ മേനോന് എന്ത് കൊടുത്തു? ഒരു മേഴ്സി ചാൻസ് കൊടുത്തു. ആ മേഴ്സി ചാൻസ് കൊടുത്തപ്പോൾ 1 ലക്ഷം രൂപ അടയ്ക്കണം യൂണിവേഴ്സിറ്റിയിൽ. കാരണം ഇത്രയും കാലം കഴിഞ്ഞു പോയതുകൊണ്ട് അറ്റൻഡൻസിൻ്റെ പ്രശ്നവും കോഴ്സ് വർക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ 1 ലക്ഷം രൂപ അടയ്ക്കണം. പിന്നെ ഒരു 10,000 രൂപ വേറൊരു ഫീസ്. അങ്ങനെ 1,10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ PhD ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ PhD കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം, അതുപോലെ തന്നെ അവർക്ക് 48 വയസ്സായി. അപ്പോൾ 40 വയസ്സായിരുന്ന ഗസ്റ്റ് ഫാക്കൽറ്റികളെ 50 വയസ്സാക്കി. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യുന്നതാണ്. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു രീതിയും വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇളവും കൊടുത്തത് സരിതാ മേനോന് കൊടുത്തു എന്നുള്ളതാണ് വാദം. അപ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തുടങ്ങിയ ഒരു PhD-കാരിക്ക് ആ PhD അവർ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചതിന് ശേഷം അവർക്ക് PhD കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി 1 ലക്ഷം രൂപയുടെ സഹായം കൊടുത്തു എന്നുള്ളതാണ്. ഈ വിഷയത്തെ 2 ആംഗിളിൽ കാണണം നമ്മൾ. ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ശശികുമാർ എന്ന് പറയുന്ന നമ്മുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ശശികുമാർ, SUC-യുടെ ഷാജർ ഖാൻ ജനറൽ സെക്രട്ടറിയും ചെയർമാനായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ളത് ശശികുമാർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്ന ശശികുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പരാതിയും കൊണ്ട് ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ ഇതിനെ 2 ആംഗിളിൽ കാണാനാണ് എനിക്കിഷ്ടം. ഒന്ന്, ഇത് സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിലും ഒരുപാട് PhD ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ഗുണം കിട്ടും. അത് ഇതിൻ്റെ ഒരു മെരിറ്റാണ്. ഇനി മേഴ്സി ചാൻസ് മറ്റ് കോഴ്സുകൾക്കേ ഉള്ളൂ, അത് PhD-ക്ക് വയ്ക്കാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഒരാൾ PhD ചെയ്യാൻ ശ്രമിച്ചു, പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് കൂടി ഞാൻ പറയാം. സ്ത്രീകളൊക്കെ ആകുമ്പോൾ അവർക്ക് കല്യാണം വരും, ഇടയ്ക്ക് പ്രസവം വരും, ചിലപ്പോൾ വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകും, സാമ്പത്തിക പ്രതിസന്ധി വരും, ജോലി വേണ്ടി വരും, ചിലരൊക്കെ ഗൾഫിൽ പെട്ടെന്ന് പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലർക്കും PhD മുടങ്ങിപ്പോകും. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ഒരു അക്കാഡമിക് രംഗത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ആഗ്രഹം PhD എടുക്കുക എന്നുള്ളതാണ്. അത് ഞാനൊരു PhD ഹോൾഡർ കൂടെ ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ PhD എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് മുമ്പേ PhD കിട്ടിയാൽ അത്രയും സന്തോഷം എന്നുള്ളത്. പലപ്പോഴും ഗൈഡിനെ കിട്ടാറില്ല. ഗൈഡ് വച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ കളിക്കും, ഗൈഡുമാർ കളിക്കും, പിന്നെ HOD-മാർ കളിക്കും. അങ്ങനെ പല തരത്തിലുള്ള കളികളുടെ രൂപത്തിലാണ് PhD-യുടെ കാര്യമൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ PhD ഒരാളിന് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. മേഴ്സി ചാൻസ് കൊടുക്കാനൊക്കെ ഉള്ള അവകാശം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഇത് സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ വാർത്തയായത്. സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാതെ മറ്റൊരാളിന് കൊടുത്തിരുന്നെങ്കിൽ ഇത് വാർത്തയല്ല. ഇത് എത്രയോ മേഴ്സി ചാൻസ് തീരുമാനങ്ങൾ യൂണിവേഴ്സിറ്റി എടുക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത് കൊടുത്തു. അതൊരു മെരിറ്റായിട്ട് ഞാൻ കാണുന്നു.
രണ്ട് 48 വയസ്സിന് 40 വയസ്സ് 50 വയസ്സാക്കിയത് നല്ല കാര്യമാണ്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അത് ഗുണം ചെയ്തത്. ഇപ്പോൾ ഗസ്റ്റ് ഫാക്കൽറ്റി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു PhD ഒക്കെ എടുത്ത് വരുമ്പോൾ നെറ്റൊക്കെ എടുത്ത് വരുമ്പോൾ ഒരുപാട് കാലമാകും. പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തൊരു നാടല്ലേ. അപ്പോൾ അവർ അങ്ങനെ ജോലി ചെയ്യട്ടെ. അപ്പോൾ ഈ രണ്ടും കൊടുത്തതിനെ ഒരു കാരണവശാലും നമുക്ക് തെറ്റെന്ന് പറയാൻ കഴിയില്ല. സ്വരാജിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പിന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത്. ആ നിലയിൽ ഇത് മെരിറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു വിഷയം, സ്വരാജിന്റെ ഭാര്യയ്ക്ക് മെഴ്സി ചാൻസ് കൊടുത്തത് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് സ്വരാജിന്റെ ഭാര്യ ആയതുകൊണ്ടല്ല, ഏതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് കൊടുത്ത അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് കൊടുത്തൊരു അവകാശമായിട്ട് കാണാം. യൂണിവേഴ്സിറ്റി ചെയ്തത് നല്ല തീരുമാനമാണ്. അതേസമയം 50 വയസ്സാക്കി കൊടുത്തത് നല്ല തീരുമാനമാണ്. കാരണം 50 അല്ല, ഞാൻ പറഞ്ഞ വിദേശ സർവകലാശാലകളൊക്കെ 70-80 വയസ്സിലൊക്കെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 56 വയസ്സിൽ റിട്ടയറായി വീട്ടിൽ പോകണമെന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായമില്ല. 60 വയസ്സിൽ പോകണമെന്ന് പറഞ്ഞ ന്യായമില്ല. ആളുകൾക്ക് ജോലി കൊടുക്കുക. അപ്പോൾ ചോദിക്കും ചെറുപ്പക്കാർക്ക് ജോലി വേണ്ട, ചെറുപ്പക്കാർക്കും കൊടുക്കുക, എല്ലാവർക്കും ജോലി കൊടുക്കുക. ഇപ്പോൾ ഗസ്റ്റ് ഫാക്കൽറ്റി അല്ലേ, അല്ല മറ്റു ഫാക്കൽറ്റി ഒന്നും അല്ലല്ലോ. പക്ഷേ ഇവിടെ മൂന്നാമതൊരു വിഷയമുള്ളത്, ഇങ്ങനെ PhDയും പിന്നെ അതുപോലെ തന്നെ ഇതും ഈ വയസ്സ് മാറ്റി കൊടുത്തെങ്കിലും അവർ അപ്ലൈ ചെയ്ത് ഇതിൽ വരുമ്പോൾ, ഏതില് കോഴ്സിന് വരും, അതായത് ജോലിക്ക് വരുമ്പോൾ മെരിറ്റ് ഇതിനേക്കാൾ മെരിറ്റ് ഉള്ളവർക്ക് തഴഞ്ഞിട്ട് സ്വരാജിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയാണോ, അവിടെ ഒരു അഴിമതി വരും. ഇപ്പൊ സുനിൽ പി ഇളയിടത്തിനൊക്കെ നേരത്തെ കൊടുത്ത കണക്ക് ലിസ്റ്റിൽ അവസാനം പോലും വരാത്ത ആളിനെ പിടിച്ച് അവസാനം കൊടുക്കുന്ന ചില IAS വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. IAS വരെ ഈ പരിപാടി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ എല്ലാ രംഗത്ത് ഈ കളികളുണ്ട്. ലിസ്റ്റിൽ വരാത്ത ആളിന്, എലിജിബിൾ അല്ലാത്ത ആളിന് കയറി കൊടുക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ സ്വരാജിന്റെ ഭാര്യയ്ക്ക് സരിതാ മേനോന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു തെറ്റാണ്. കാരണം ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സരിതാ മേനോനോടൊപ്പം വേറെ ആളുകളും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്ലൈ എവിടെ? PhDക്കല്ല, ഈ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ മെരിറ്റ് ഇതിനേക്കാൾ PhD ഉള്ള, ഇതിനേക്കാൾ സർവീസുള്ള, പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരാളിനെ തഴഞ്ഞിട്ട് സരിതാ മേനോന് സ്വരാജിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ കൊടുക്കുകയാണെങ്കിൽ അതൊരു അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അല്ലാതെ യൂണിവേഴ്സിറ്റി ചെയ്ത ഈ പരിപാടിയെക്കുറിച്ച് നമ്മൾ അങ്ങനെ ബഹളം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആളുകൾ ഇതിൻ്റെ മെരിറ്റ്, ഇതിൻ്റെ കൂടെ ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടട്ടെ. അതുകൊണ്ട് രണ്ട് കാര്യവും, മെഴ്സി ചാൻസ് കൊടുത്തത്, ഇനിയും ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ പൈസ ഇതുപോലെ അടച്ച് 1,10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും PhD എടുക്കാമല്ലോ. കാരണം ഇത് കഴിഞ്ഞിട്ട്, ഇത് ചാൻസ് കഴിഞ്ഞിട്ടല്ലേ, വർഷം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് PhD കിട്ടട്ടെ. അവരുടെ ജീവിതാഭിലാഷത്തിൻ്റെ ഒരു പൂവണിയട്ടെ. അതിനൊന്നും നമ്മൾ കൈകടത്തി അതിനകത്ത് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. സ്വരാജിൻ്റെ ഭാര്യ ആയതുകൊണ്ട് വേറൊരു നീതി അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിക്കായിരുന്നെങ്കിൽ മറ്റൊരു നീതി എന്ന് നമ്മൾ പറയണ്ട. അത് നമ്മൾ ചർച്ചയാക്കി വഷളാക്കുന്നത് ശരിയല്ല. അതേസമയം അവർക്ക് അവിഹിതമായി അല്ലെങ്കിൽ അർഹതയില്ലാതെ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്.